الشيطان الرجيم بسم الله الرحمن الرحيم إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا. قال الله عز وجل إن يوم الفصل كان ميقاتا നന്മയും തിന്മയും വേർതിരിക്കുന്ന പ്രതിഫലത്തിന്റെ ദിവസം ഫിക്സഡ് ആയിരിക്കുന്നു. സൂറെന്ന കാലത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്ന ദിവസം ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടം കൂട്ടമായി കബറിൽ നിന്ന് വരും വ്യത്യസ്തമായ കൂട്ടങ്ങളായി. ഈ ആയത്തിനെ കുറിച്ചാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരിക്കുകയായിരുന്നു. മഹാനായ അബൂ അയ്യൂബ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യാ മുആദ് ഇബ്നു ജബൽ സഅൽത അൻ അദീമി മിൻ അമിനൽ അംരി, കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ വലിയ കാര്യമാണ് നീ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോന്ന് പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിന് മുമ്പ് പറയുന്ന സന്ദർഭത്തിൽ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. എന്നിട്ട് നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, തുഹ്ശറു അശറതു റസൂലി മിൻ ഉമ്മത്തി അശ്താതാ, എന്റെ ഉമ്മത്തികളിൽ 10 വിഭാഗങ്ങളായി വരും. ഖദ് മയ്യസഹുല്ലാഹു മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയ 10 കൂട്ടരാണ്. വബദ്ദല സുവറഹും, അവരുടെ കോലങ്ങൾ മാറ്റിയിരിക്കുന്നു. ഏത് കോലങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കോലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫബഅദുഹും അലാ സൂറത്തിൽ ഖിർദതി, ചില മനുഷ്യന്മാര് കൊരങ്ങിന്റെ കോലത്തിൽ കൂട്ടങ്ങളായി വരുന്നു. മനുഷ്യന്മാരെ മാറ്റിയിട്ടുണ്ട് കൊരങ്ങന്മാരായിട്ട്. ചിലരൊക്കെയും പന്നിയുടെ കോലത്തിലായി മാറ്റിയിരിക്കുന്നു. ചില മനുഷ്യന്മാരുടെ മുഖങ്ങൾ താഴോട്ടും കാലുകൾ മേൽപോട്ടുമായി എഴഞ്ഞിങ്ങനെ വരുന്ന ഒരു സമൂഹമുണ്ട്, ഒരു കൂട്ടമുണ്ട്. ഒരാളല്ല, കൂട്ടങ്ങളാണ്. ഇത് ഖുർആന്റെ തഫ്സീറാണ്. അഷ്താത്ത് എന്ന് പറഞ്ഞ പല കൂട്ടങ്ങൾ. ഏതെല്ലാം കൂട്ടങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു നമ്മെ കാക്കട്ടെ. ചില മനുഷ്യന്മാർ ദുനിയാവിലെ ലോകത്ത് കണ്ണുണ്ടായി കാഴ്ചയോടുകൂടി നടന്നവരാണ്. മഹ്ശറിൽ കണ്ണില്ലാതെ കുരുടന്മാരായി വരുന്നതാണ്. കണ്ണില്ലാതെ ഇങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടുവരുന്നവരാണ്. ചില ആൾക്കാർ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്, ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. ചില ആൾക്കാർ
يمضغون ألسنتهم يسيل القيح من أفواههم لآبا لآبا يتكذرهم أهل الجمع. ചില ആൾക്കാർ അവരുടെ നാവുകളെ ഇങ്ങനെ ചവക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് ചീഞ്ചലം ഇങ്ങനെ ഒഴുകുന്ന വായിൽ നിന്ന് എന്നിട്ട് അതിനെ പിന്നെയും എഴുതുന്നു. ആ രൂപത്തിൽ ഒരു കൂട്ടം ആളുകൾ ചില ആൾക്കാർ കൈയില്ലാത്ത രൂപത്തിൽ കാലില്ലാത്ത രൂപത്തിൽ കാല് മുറിക്കപ്പെട്ടവരായി കൈ മുറിക്കപ്പെട്ടവരായ ഒരു കൂട്ടർ മഹ്ശറിൽ ഇങ്ങനെ വരുന്നു. ചില ആൾക്കാർ തീരാനുള്ള ഈ തപ്പന മരങ്ങളിൽ തൂകിലേറ്റ രൂപത്തിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് വരുന്നവരാണ്. ചില ആൾക്കാർ ചത്തുപോയ ശവത്തിനേക്കാൾ നാറ്റമുള്ള രൂപത്തിൽ ഒരു കൂട്ടം ഇങ്ങനെ മഹ്ശറിലേക്ക് വരുന്നു. അവരുടെ തൊലികളിൽ ടാറില് നല്ല തിളങ്ങുന്ന റോഡിലടിക്കുന്ന ടാറ് പോലത്തെ ശരീരത്തിലേക്ക് തൊലിയിലേക്ക് ഒട്ടിപ്പിടിച്ച നിലക്ക് വെന്തുരുകിയ രൂപത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ആ മഹ്ശറിയിലേക്ക് സൂറന്ന കാലത്തിൽ ഊതിക്കഴിഞ്ഞാൽ വരും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്നിട്ട് ആരാണ് ഇത്? ഈ 10 കൂട്ടർ ഇങ്ങനെ വരാനുള്ള കാരണമെന്ത്? അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമതായി പറഞ്ഞത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഅമ്മല്ലദീന അലാ സൂറത്തിൽ ഖിർദതി, കുരങ്ങിന്റെ രൂപത്തിൽ വരുന്ന ആൾക്കാർ അവർ ആരെന്നറിയുമോ? فالقطعت من الناس يعني النمام. ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമീമത്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. മഹ്ശറയിലേക്ക് സൂറുന്ന കാഹളത്തിൽ ഊതിയാൽ പന്നിയുടെ കോലമായി മാറ്റിയിട്ട് അല്ലാഹു തആല കൊണ്ടുവരപ്പെടുമെന്ന ഖുർആന്റെ തഫ്സീരിൽ നബി തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നമീമത്ത് പറയുന്നവൻ നമ്മാമ. ഇത് നമ്മാമ പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട്, പിണക്കമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട് ഒരാൾ പറഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് പറയും. അതങ്ങ് പറഞ്ഞത് ഇങ്ങോട്ടും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ച് അടുപ്പിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, അവരെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞത് ലാ യദ്ഖുലു ജന്നത നമ്മാം, സ്വർഗ്ഗത്തിലോ കടക്കലാന്ന് മുത്തുനബി. ഖുർആനിൽ അമ്മാദിൻ മശാഇൻ ബിനമീം, നമീമത്ത് കൊണ്ട് നടക്കുന്നവരാണ്, ജനങ്ങളെ കുത്തുവാക്കുകൾ പറയുന്നവരാണ്, അവരുടെ ന്യൂനതകളെ നോക്കി നോക്കി അതിനു വേണ്ടി ഒരുങ്ങിയൊരുകയാണ്. പറയുന്നവരെ കുറിച്ച് അല്ലാഹു ആകട്ടെ, അവരാണ് നാളെ കുരങ്ങിന്റെ രൂപത്തിൽ മഹ്ശറയിൽ വരിക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അധികം അങ്ങനെയാണ് ജനങ്ങൾ. ഞാൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് പരസ്പരം നന്മയുണ്ടെങ്കിൽ, മസ്ലഹത്തുണ്ടെങ്കിൽ, നല്ല സൗഹാർദ്ദത്തില്ലെങ്കിൽ അതിൽ കെടുത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ജനങ്ങൾ എടുക്കുന്നത്. എന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ, നാട്ടിലെ, അയൽവാസികളിലെ പൊതുവേ വ്യാപകമായ കാര്യമാണ്. എന്നാൽ മുത്തുനബി പറഞ്ഞു, അവര് സൂറന്ന കാലത്തിൽ ഊതിക്കഴിഞ്ഞാൽ മഹ്ശറയിലേക്ക് വരുന്നത്
കൃതകത്തിന്റെ രൂപത്തിലാണെന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇനിയോ وأما الذين على سورة الخنازير ഖിൻസീറിന്റെ പന്നിയുടെ കോലത്തിൽ മാറ്റിമറിക്കപ്പെട്ട നിലക്ക് വരുന്നവരോ അവര് അക്രമമായി സ്വത്തുകൾ വാരിക്കൂട്ടിയവരാണ്. കൊടുക്കേണ്ട ഹക്കുകൾ കുടുംബത്തിലായാലും അയൽവാസികളായാലും സകാത്തിൻ്റെതായാലും മറ്റുള്ളവന്റെ സ്വത്തിനെ കബളിച്ചിട്ട്, അത് എങ്ങനെയെന്നല്ല, വഞ്ചിച്ചിട്ടോ കട്ടിട്ടോ ബലാത്കാരമായിട്ടോ ഏത് രൂപത്തിലാണെങ്കിലും മറ്റുള്ളവന്റെ സമ്പത്ത് കവർന്നവൻ പന്നിയുടെ കോലത്തിൽ വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കിയാൽ പോരാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 4 കാര്യങ്ങൾ സമയം മഹ്ശറിൽ 4 കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ ലാ തസൂലു ഖദമാബിൻ, ഒരു അടിമയുടെ കാലിങ്ങനെ പൊന്താവിടരാം. അതിൽ ഒന്ന് ഒരു കാര്യത്തിൽ 2 കാര്യങ്ങളെ ചോദിക്കുന്നു. ഒന്ന്, നിന്റെ സമ്പത്തിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും. അതിന് 2 ചോദ്യമുണ്ട്. ഒന്ന്, നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചു. ഈ 2 കാര്യം. അപ്പൊ നമ്മുടെ സ്വത്തുക്കൾ, നാം തിന്നുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹറാമായ ഭക്ഷണം കലർന്ന കാലമാണെന്ന്. ശുഭത്തിന്റെ മുതലില്ലാത്ത മുതൽ വളരെ കുറവാണ്. ഏതെങ്കിലും രൂപത്തിൽ ശുഭത്തുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കട്ടെ. ഇൻഷാഅല്ലാഹ് ബാക്കി 8 കാര്യങ്ങൾ നാളെ കൂടി പറയാം, തീർക്കാം. പിന്നെ കുറേ കാര്യങ്ങൾ ഈ സൂറത്ത് തീരും ഒരുപാട് വിഷയം നമുക്ക് പഠിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഖുർആനിലേക്ക് പഠിക്കാൻ ഇറങ്ങിയാൽ നിങ്ങൾ പഠിക്കും, ഞാനും പഠിക്കും. നോക്കാൻ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ പഠിക്കും, ഞാനും പഠിക്കും. ഞാനിപ്പോ ഇന്നിപ്പോ കണ്ടിരിക്കുക ഈ ചരിത്രങ്ങളെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ, തഫ്സീർ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ അടിച്ചു വിടും, പഠിക്കാൻ വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പാഠം ക്ലാസ് എടുക്കണം നോക്കുമ്പോൾ തഫ്സീർ അന്വേഷിക്കുമ്പോഴാണ് ഓരോ ചരിത്രങ്ങളിൽ ഇങ്ങനെ അയഞ്ഞ് കിട്ടുന്നത്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. ചോദിച്ചത് നമുക്ക് അറിയലായിരുന്നു. ചോദിച്ചത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. 10 കൂട്ടരായിട്ട് ഇവരെല്ലാം മോമിനികളെല്ലാം മോമിനികൾ പറയുന്നുണ്ട്. സ്വർഗത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്, കാഫിറുകൾ പറയുന്നുണ്ട്. ഈ മോമിനികളുടെ കൂട്ടത്തിൽപ്പെട്ട 10 ആൾക്കാർ വേറെ സത്യമായിട്ട് അവർ കൂട്ടന്മാരും അവരുടെ അമലുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് വരുമെന്നുള്ള കാര്യത്തിലുമാണ്. അല്ലാഹു നമ്മുടെ മോമിനികളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഇങ്ങനെ സിറാത്ത് എന്ന പാലത്തിൽ പെട്ടെന്ന് കിടക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ഈ റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കട്ടെ. നന്മകൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഖുർആന്റെ മജ്ലിസിന്റെ പഠിക്കുന്ന മജ്ലിസിന്റെ ബർക്കത്തോട് ഹലാലായ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഹഖീ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.